കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പൊ പല തവണയായി എന്റെ മോള് ആ വീട്ടിൽ സുരക്ഷിതയല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വെറുതെ അല്ലെന്ന് ഈ അപകടത്തോടെ എനിക്ക് മനസ്സിലായി. സാറിന് ചിലപ്പോ സാറിന്റെ വീട്ടിൽ നടന്ന ഒരു ചെറിയ സംഭവമായി തോന്നുമായിരിക്കാം. പക്ഷേ എനിക്കതിന് കഴിയില്ല. കല്യാണം കഴിച്ചയച്ച പെൺകുട്ടിയുടെ അച്ഛൻ അവളുടെ ഭർത്താവിനോട് ഈ രീതിയിൽ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ താലിയേക്കാൾ വലുതല്ലേ സാർ അവളുടെ ജീവൻ? വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. എന്റെ മോൾക്ക് ഈ അപകടം ഉണ്ടായതിന്റെ പിന്നിൽ ആ വീട്ടിൽ ആരോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ സംശയം ഒരു സംശയമായി എന്നിൽ തുടരുമ്പോൾ തന്നെ ഞാനിതിന് ഒരു തീരുമാനമെടുക്കുന്നെന്ന് മാത്രം. സാറിന് എപ്പോൾ വേണമെങ്കിലും അവളെ കാണാം, സംസാരിക്കാം. പക്ഷേ ആ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ മാത്രം ഞാൻ സമ്മതിക്കില്ല. തീരുമാനം എന്തായാലും സാറിനെടുക്കാം. അതെന്തായാലും ഞാൻ പറയുന്നതേ ഇനി എന്റെ മോളുടെ കാര്യത്തിൽ നടക്കൂ. ശ്രീരസം പറഞ്ഞ എനിക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ എടുത്ത തീരുമാനത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. എന്റെ വീട്ടുകാരെ അടക്കം സംശയദൃഷ്ടി നിർത്തുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്ക്. അതിന് ശ്രീലക്ഷ്മി എന്റെ കൂടെ ഉണ്ടായാലേ പറ്റൂ. അതിന് ശ്രീരച്ചൻ സമ്മതിച്ചേ മതിയാവും. പറ്റില്ലെങ്കിലോ? അങ്ങനെ എന്റെ മോളെ ഒരു പരീക്ഷണ വസ്തുവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരെ അളക്കാനുള്ള അളവ് പോലല്ല എന്റെ മോള്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ആ ദുഃഖം മറക്കാൻ ഒരു ഫോട്ടോയും അതിനു മുന്നിൽ കത്തിച്ചു വെക്കാൻ ഒരു വിളക്കും മതി. ഞങ്ങൾക്ക് അങ്ങനെയല്ല. സാർ, എന്റെ ഭർത്താവ് സാറിനോട് പറഞ്ഞതൊക്കെ അല്പം കൂടുതലായി പോയി എന്ന് എനിക്കറിയാം. അത് ഒരച്ഛന്റെ മകളോടുള്ള കരുതലായേ സാറ് കാണാവൂ. പറയുന്നത് രണ്ട് രീതിയിലാണെന്നേ ഉള്ളൂ. അർത്ഥവും ആവശ്യവും ഒന്നു തന്നെയാ. ഞാനീ പറയുന്നതിന് സാറെതിരൊന്നും പറയരുത്. അവകാശവാദങ്ങളും ശരിയും തെറ്റും ഒന്നും ഞാൻ പറയുന്നില്ല. ഒരപേക്ഷയാണ് സാറിനോട് പറയാനുള്ളത്. കുറച്ച് ദിവസത്തേക്ക് മോളുടെ ഈ അവസ്ഥ ഒന്ന് മാറുന്നവരെയെങ്കിലും മോളെ ഞങ്ങളോടൊപ്പം വിടണം. മോളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് അവളിപ്പോ. അവളെ ആശ്വസിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഈ ലോകത്ത് പെറ്റമ്മയോളം വേറെ ആർക്കും കഴിയും.
ഇതെവിടെ പോന്നു? എവിടേക്കാണെന്നോ? നീ കണ്ടതല്ലേ താഴെ നടന്ന പൂരമൊക്കെ? കണ്ടു, അതുകൊണ്ടാ ചോദിച്ചത്. പൂരം കഴിഞ്ഞു പൂരപ്പറമ്പിന്ന് അമ്മ എവിടേക്കാ പോകുന്നതെന്ന്. ഞാൻ എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ. എന്ത് ഞാൻ ക്ഷമിക്കും. ചെയ്യാത്ത തെറ്റ് എന്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നത് ഒഴികെ എന്തും. നിന്റെ ഭർത്താവ് ഇപ്പോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നീ കേട്ടതല്ലേ? അവൻ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? രഘു ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണെന്ന് അമ്മയും പറഞ്ഞു. പിന്നെന്താ ഇവിടെ പ്രശ്നം? അങ്ങനെ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിന് എന്നെ സംശയദൃഷ്ടിയോടെ നോക്കുന്നവരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ് പ്രശ്നം. ഞാൻ അമ്മയോടൊരു സത്യം പറയട്ടെ. രഘുവിന് തോന്നിയ സംശയം എനിക്കും ഉണ്ട്. ഇനി അമ്മ എന്നോട് സത്യം പറയണം. ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതില് അമ്മയ്ക്ക് എന്തെങ്കിലും റോളുണ്ടോ? ഏത് വിധേനയും ശ്രീലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. എന്താണ് ഈ സംഭവത്തിൽ അമ്മയുടെ റോള്? ഓഹോ, നീയും എന്നെ സംശയിക്കാണല്ലേ? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ലടി. നീയെങ്കിലും അമ്മയൊന്ന് വിശ്വസിക്കേ. ശരി, ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആ കാര്യം പറഞ്ഞ അമ്മ വിഷമിക്കണ്ട. എന്റെ മനസ്സിലുള്ള സംശയം ഞാനൊന്ന് ക്ലിയർ ചെയ്തോന്നേ ഉള്ളൂ. രഘുവിനെ പോലെ ഇനി ആരെങ്കിലും അമ്മയെ സംശയിച്ച ഞാൻ അമ്മയുടെ ഭാഗത്ത് വേണമല്ലോ നിൽക്കാൻ. ഓ, അത് ശരി. എന്നെ സംശയിക്കാൻ ഇനിയും ആൾക്കാരുണ്ടാവുമെന്ന്. എങ്കിൽ ശരി, ഞാൻ പോന്നു. തൽക്കാലം അമ്മ എങ്ങോട്ടും പോകുന്നില്ല. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇപ്പൊ എന്നോട് ഉറപ്പ് പറഞ്ഞില്ലേ? ആ ഒരു ഉറപ്പ് മാത്രം മതി എനിക്ക്. ഒരു തെറ്റും ചെയ്യാത്ത അമ്മ എന്തിനിവിടുന്ന് പോണം? ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം അമ്മ ഇപ്പൊ നടത്തിയ സംശയിക്കുന്നവരുടെ മനസ്സില് അമ്മയാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവരും ഉറപ്പിക്കും. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് അമ്മ പോയാ മതി. അല്ലെങ്കിൽ നാളെ ഒരു സമയം അമ്മയെ കുറ്റക്കാരിയാക്കി ചിത്രീകരിക്കും. അതെന്റെ അമ്മയ്ക്ക് വലിയ കുറച്ചിലായിരിക്കും. അതിനേക്കാൾ കൂടുതൽ അമ്മയുടെ മോൾക്കും. കഴിഞ്ഞ ആഴ്ചത്തെ കുടിശ്ശിക തരാനുള്ളത് ഗിരിജ ചേച്ചിയും ലളിത ചേച്ചിയുമാണ്. അവര് വന്നിട്ടുമില്ല. മാസവരി തരാനുള്ളത് അംബിക ചേച്ചി മാത്രമാണ്. എന്റെ മാസവരി. എനിക്കൊരു 50,000 രൂപയുടെ ലോൺ വേണമായിരുന്നു നിർമ്മലെ, മോളുടെ അഡ്മിഷന് വേണ്ടിട്ടാ. ചേച്ചി അപേക്ഷ ഉണ്ടോ? അടുത്ത കമ്മിറ്റിയിൽ വയ്ക്കാം. സെക്രട്ടറിയായി സരോജ ചേച്ചിയും കൂടെ വരട്ടെ. പറയും പോലെ സരോജൻ ചേച്ചി ഇവിടെ കണ്ടില്ലല്ലോ. ആളിവിടെ ഇല്ലേ പപ്പി ചേച്ചി? കാണാത്തോണ്ട് ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. ശ്രീലക്ഷ്മിയുടെ അടുത്താന്നാ പറഞ്ഞത്. ശ്രീലക്ഷ്മിക്ക് വിശേഷമൊക്കെ ഉള്ളതല്ലേ? സരോജേച്ചിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നുണ്ടാവില്ല. ഓ, ആ അതെ അതെ, ഭൂമിയിലും ആകാശത്തിലും അല്ലാത്ത അവസ്ഥയിലാ സരോജൻ ചേച്ചി.
ദേ സരോജൻ ചേച്ചി വരുന്നു. ഇത് എന്തു പറ്റി സരോജൻ ചേച്ചി? ശ്രീലക്ഷ്മി എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നും പറ്റിയില്ല. മോൾക്ക് ചെറിയ പനിയും തളർച്ചയും. ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. അത് ഈ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല ശ്രീലക്ഷ്മി ഇവിടെ നിൽക്കുന്നത് തന്നെയാ നല്ലത്. സരോജൻ ചേച്ചിക്ക് ഇനിയെങ്കിലും സമാധാനത്തോടെ ഇരിക്കാമല്ലോ. എന്റെ ശ്രീലക്ഷ്മി മോളെ, എപ്പോഴും മോളെ പറ്റിയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചും മാത്രമേ സരോജൻ ചേച്ചിക്ക് പറയാനുള്ളൂ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. അതെ അതെ സരോജാമ്മേ, ശ്രീലക്ഷ്മിയെ കൊണ്ട് കിടത്താൻ നോക്കാം. കൊച്ചിന്റെ മുഖം കാണുമ്പോൾ അറിയാം നല്ല ക്ഷീണമുണ്ടാ. പപ്പി ചേച്ചി, എനിക്കൊരു സംശയം. അങ്കിളിന്റെ ആന്റിയുടെ മട്ടുമാവം കണ്ടിട്ടേ എന്തോ ഒരു പ്രശ്നമുള്ളത് പോലൊരു സംശയം. അതെ, നീ പറഞ്ഞ ശരിയാ. എനിക്കൊരു വശപശക് തോന്നി. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഞാൻ പോയി നൈസായിട്ട് വിവരം ചോദിച്ച് മനസ്സിലാക്കാം. അവരുടെ കൂടെ രവിസാറിന്റെ ഓഫീസിലെ സാന്ദ്രയും കൂടി വന്ന സ്ഥിതിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പപ്പി ചേച്ചി ഒന്ന് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വാ. ഞങ്ങളിവിടെ നിൽക്കാം. ശരി. ഇരിക്കും. ആന്റി, ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ മോളകത്ത് പോയി കിടന്നോ. സരോജൻ ചേച്ചി, വാ. ഞാനിങ്ങോട്ട് വെറുതെ വന്നേ ഉള്ളൂ. അല്ല സരോജൻ ചേച്ചി, ശരിക്കും ശ്രീലക്ഷ്മിക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ പെട്ടെന്ന് രവിസാറിന്റെ വീട്ടിൽ നിന്ന് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? ഒരു പനി വന്നതിനോ? എന്തോ പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. അതാ അവിടെ വെച്ച് ഞാൻ ചോദിക്കാതിരുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ എന്തിനാ മറ്റുള്ളവരെ അറിയിക്കുന്നത്? അയ്യോ പപ്പി, ഞാനേ അവിടെ വെച്ച് പറഞ്ഞ സത്യം തന്നെയാ. അല്ല, സാന്ദ്ര മേഡം കൂടി വന്നപ്പോ ഞാൻ കരുതി. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തൽക്കാലം പത്മിനി അറിയണ്ട. പത്മിനിക്ക് എന്താ അറിയേണ്ടത്? എന്നോട് ചോദിക്ക്, ഞാൻ പറയാം.
എന്റെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയണോ? എങ്കിൽ പത്മിനിയും ഇതിന്റെ കാര്യം അറിയാൻ പുറത്ത് കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക്. ശ്രീലച്ച, നിങ്ങൾ എന്തിനാ പപ്പിയോട് ദേഷ്യപ്പെടുന്നത്? ഒന്നുമില്ല പപ്പി, മോൾക്ക് പനിയായത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇനി പകരുന്ന പനി വല്ലോ ആണെങ്കിലേ അവിടെ രേഖാമാടം ഗർഭിണിയായിട്ടിരിക്കല്ലേ, നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് കരുതി. പിന്നെ പപ്പിക്ക് അറിയാലോ, ശ്രീമോൾക്ക് എന്തെങ്കിലും അസുഖം വന്നാല് ശ്രീയുടെ സ്വഭാവം. അല്ല സരോജൻ ചേച്ചി, ഞാൻ വെറുതെ കാര്യങ്ങൾ അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ, നിങ്ങൾ എന്തിനാ ശ്രീടച്ച പപ്പിയോട് ദേഷ്യം കാണിച്ചത്? പിന്നല്ലാതെ ഓരോരോ സംശയങ്ങളും കുത്തിയുള്ള ചോദ്യങ്ങളും. നീ എന്തിനാ ഇനി അത് മറച്ചു വെക്കുന്നത്? എത്ര നാളതിന് പറ്റും? തൽക്കാലം ആരും അറിയണ്ടെന്നേ ഞാൻ കരുതിയുള്ളൂ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. മോളെ വിഷമിക്കരുത്. സാന്ദ്ര മാഡം മോളെ എന്നകത്തേക്ക്. ശ്രീലക്ഷ്മി, എന്തായി പപ്പി? ഒന്നും പറയണ്ട. എന്താ പറ്റിയെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. സുദർശൻ ചേട്ടൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. അതെനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാ. ഒന്നും വിട്ടങ്ങോട്ട് പറയുന്നില്ല. എന്താവും കാര്യം? അതറിയുന്നത് വരെ ഒരു സൗര്യക്കേടാ. ആ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. നമ്മൾ സംശയിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ന് തന്നെ അറിയും. അതെങ്ങനെ? ഞാൻ ചോദിച്ച അവര് പറയാത്ത കാര്യം എന്റെ മോള് ചോദിച്ച അവരുടെ മോള് പറയും. വൈകുന്നേരം കൃഷ്ണ വരട്ടെ, അവളെ കൊണ്ട് ചോദിപ്പിക്കാം. അപ്പൊ അറിയാം ഒളിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന്. ആ, അത് വിട്, നമ്മുടെ കാര്യം നോക്ക്. ആ, അതെ. ശ്രീലക്ഷ്മി, തന്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവും? ഓരോന്ന് ഓർത്തിരുന്ന് ഇനിയും വിഷമിക്കാന്നല്ലാതെ അതിലെന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കാര്യം ഓർത്തല്ല എനിക്ക് വിഷമം, എന്റെ രവി സാറിന്റെ കാര്യം ഓർത്തിട്ട. മറച്ചു പിടിച്ച് അഭിനയിക്കാം. പക്ഷെ ഒന്നെനിക്കറിയണം, എന്നെ കൊല്ലാൻ മറഞ്ഞിരുന്ന ആ കൊലയാളി ആര്?